ഇത് കടൽ നങ്കാണ്. ഞങ്ങളവിടെ മാന്തൽ എന്നട്ട പറയാം. അപ്പോൾ ഇതാ നമ്മുടെ മാന്തൾ നന്നായിട്ട് ക്ലീനായി വന്ന കളറിലെ ചീനമുളകാണ്. അപ്പോൾ 1.5 മണിക്കൂർ ഇങ്ങനെ വെക്കുക. ഇവിടെ എങ്ങനെയുണ്ട്? ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിതാ എനിക്കിതാ വലിയ 2 നങ്ക് കിട്ടീന് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ മാന്തൽ എന്ന് പറയാം, കുറേ ആൾക്കാർ നങ്ക് എന്ന് പറയും. ഇത് വറക്കുന്ന ഒരു അടിപൊളി വീഡിയോ ഇട്ടത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കനും കൂടെ ഉണ്ട് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇതുപോലത്തെ കുറേ വെറൈറ്റി കുക്കിംഗ് വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ള നങ്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുക്കണം. ഇത് കടൽ നങ്കാണ്. ഞങ്ങളവിടെ മാന്തൽ എന്നട്ട പറയാം. ഇതിൻ്റെ ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. അപ്പോൾ നമുക്കിത് ക്ലീൻ ചെയ്യട്ടോ. അപ്പം ഇത് തോലാണുള്ളത്. നമുക്കിവിടെ ഒരു കട്ടിങ് കൊടുക്കാം. ആദ്യം തന്നെ ചെറിയൊരു കട്ടിങ്. എന്നിട്ട് ഇതാ ഇവിടെ ഒരു തോലുണ്ട്, അത് പിടിച്ച് വലിക്കാട്ടോ വേണ്ടത്. കുറച്ച് സ്ട്രോങ് ആണ് സംഭവം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇവിടെ ഇതേമാതിരി നമ്മളിതാ ഇതിൻ്റെ ഈ സൈഡും പിടിച്ച് വലിക്കണം. ഇവിടെ ഇതേമാതിരി തൊലിയുണ്ട്. ഇതാ ഇങ്ങനെ പറിക്കാട്ടോ വേണ്ടത്. വളരെ സിമ്പിളാണ്, അധികം പണിയൊന്നുമില്ല നന്നാക്കാനൊന്നും. ഇതാ ഈ സൈഡ് നല്ല ക്ലീനായി വന്നു കേട്ടോ. ഇനി നമുക്കിതാ ഇതിൻ്റെ മറ്റേ സൈഡ് ക്ലീൻ ആക്കണം. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതാ ഈ ഒരു എൻഡിൽ നിന്ന് തോലിങ്ങനെ പതുക്കെ ഇങ്ങനെ എടുക്കട്ടോ. എന്നിട്ട് പിടിച്ച് വലിച്ചാൽ ഫുള്ള് ക്ലീനായി വരും. ഇങ്ങനെയാണ് മാന്തൾ നന്നാക്കുക. മാന്തൾ അല്ലെങ്കിൽ നങ്ക് എന്നൊക്കെ പറയും. എല്ലാവർക്കും മാന്തൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതാണ് നങ്ക് എന്ന് പറയുന്നത് കേട്ടോ. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്, അതുകൊണ്ട് നല്ല തോലൊക്കെ നല്ല സ്ട്രോങ്ങും ആണ്. ഇതിങ്ങനെ പിടിച്ച് വലിക്കുക തന്നെ. ഇതേട്ടോ അത്ര വലുപ്പമുള്ള തോലാണ്. നല്ല നീറ്റായിട്ട് വന്നു കേട്ടോ മാന്തൾ. ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ, ഈ ആവശ്യമില്ലാത്ത പോർഷൻ. മുറിച്ചിട്ട് അങ്ങനെ പറിച്ചാൽ തന്നെ പോരും. ഇതിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത ചളിയൊക്കെ ഉണ്ടാവും, അത് നമുക്കിതാ അങ്ങനെ ഇട്ട് പറിച്ചാൽ പോരും. അപ്പോൾ ഇതാ നമ്മുടെ മാന്തൾ ഫുള്ള് ക്ലീനാക്കി വെച്ചിന് കേട്ടോ. ഇനി അത് നമുക്ക് എന്താ പറയുക, കുറച്ച് കല്ലുപ്പിട്ട് കഴുകണം. കല്ലുപ്പിട്ടിട്ട് അതിൻ്റെ മുകളിലുള്ള വഴുവഴുപ്പൊക്കെ പോവും. അപ്പോൾ നമുക്ക് കുറച്ച് കല്ലുപ്പിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകാം. ഇപ്പോൾ മീൻ കഴുകുമ്പോൾ കുറച്ച് കല്ലുപ്പിട്ട് കഴുകിയാൽ അതിൻ്റെ മുകളിലുള്ള വഴുവഴുപ്പും അതിൻ്റെ മുകളിലുള്ള അണുക്കളൊക്കെ കണ്ട് പോകും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാന്തൾ നന്നായിട്ട് ക്ലീനായി വന്നിന് കേട്ടോ. അണുക്കളും ചളിയും എല്ലാം പോയിട്ട് നല്ല വൃത്തിയായി വന്നിന്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട മസാലകൾ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല വൃത്തിയാണ്. എൻ്റെ മസാലയിലേക്ക് ഇതാ കുറച്ച് ചുവന്നുള്ളി എടുത്തിന് കേട്ടോ. ചുവന്നുള്ളി, അതേമാതിരി ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളകല്ല, ചീരാമുളക് കേട്ടോ. വീട്ടിലുണ്ടായ നല്ല പച്ച കളറിലെ ചീരാമുളകാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ സ്പൈസി ലെവലിന് അനുസരിച്ച് എടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കേട്ടോ. അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിന്. ഇനി ഒരു അല്ലി കരിവേപ്പിൻ്റെ അല്ലി എടുത്തിന് കേട്ടോ. നമുക്ക് ഈ സാധനം എല്ലാം കൂടി ഇനി അരച്ചെടുക്കണം, അതാണ് നമ്മൾ അടുത്ത ടാസ്ക്. ഈ സാധനങ്ങളെല്ലാം കൂടി നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇടാം കേട്ടോ. നമ്മൾ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. മാന്തൽ പൊരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളിതാ കുറച്ച് മുളക് പൊടി എടുത്തിന് കേട്ടോ. മുളക് പൊടി കാശ്മീരി ചില്ലി എടുക്കുകയാണ് ഏറ്റവും നല്ലത്.
പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇതാ കുറച്ച് മതി. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കിട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ഇതാ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇടട്ടോ. ഇനി ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യണതിൻ്റെ ഇടയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കണേ. ഈ വെളിച്ചെണ്ണ കൂട്ടിയിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് പേസ്റ്റായി വന്നിന്, എല്ലാം നന്നായിട്ട് മിക്സായിന്. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ മുകളിലേക്ക് മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. നമ്മൾ നല്ല ക്ലീനാക്കിയ മാന്തൽ നന്നായിട്ട് തേക്കട്ടോ, നന്നായിട്ട് പിടിക്കണം അതിൻ്റെ മുകളിലേക്ക്. മറ്റേ സൈഡിൽ നമുക്ക് മസാല തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം മറിച്ചിടുക, മസാല എടുക്കുക, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. ഇതിങ്ങനെ തേച്ച് വെച്ചതിന് ശേഷം നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ വെക്കുക. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് അടുത്ത മാന്തലെടുക്കുക. കേട്ടോ നന്നായിട്ട് മസാല ഇതേമാതിരി തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാന്തളിൽ നന്നായിട്ട് മസാല തേച്ച് വെച്ചിന് കേട്ടോ. ഇത് നമ്മളിത് അരമണിക്കൂർ ഇങ്ങനെ വെക്കുക. ഒന്നിക്കൽ ഫ്രിഡ്ജിൽ വെക്കുക, എന്നാൽ നന്നായിട്ട് സെറ്റായിട്ട് വരും. അപ്പോൾ ഉള്ളിലേക്കൊക്കെ മസാലയൊക്കെ പിടിക്കും. അപ്പോൾ ഗൈസ് നമ്മുടെ മാന്തൾ നമ്മൾ അരമണിക്കൂർ റെസ്റ്റിന് വെച്ചു. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിന് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യണതിലേക്ക് ഇറക്കാം. നമ്മളൊരു നോൺ സ്റ്റിക്കിൻ്റെ തവയിലാട്ടോ മീൻ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ തവയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇടാം. കരിവേപ്പിൻ്റെ ഇല നല്ലതാണ് ഈ പൊരിക്കണയിലേക്ക് ഇടുന്നത്. അപ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കേട്ടോ മാന്തൾ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ പച്ച മസാല ഇങ്ങനെ വേവുമ്പോൾ ഇങ്ങനെ സ്ലോ കുക്കാട്ടോ ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിം ഇട്ടുണ്ടെങ്കിൽ മീൻ കരിഞ്ഞു പോവും. ചെറിയ ചൂടിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് മറച്ചിടട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി മറച്ചിടാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ മാന്തൾ ഓൾമോസ്റ്റ് വെന്ത് വന്നിന്. അപ്പോൾ നമ്മുടെ മാന്തൾ റെഡി. അപ്പോൾ നമുക്കൊരു ഇല എടുക്കാം. കുറച്ച് വെള്ള ചോറുണ്ട് നമുക്ക്. അപ്പോൾ കേട്ടോ മാന്തൾ നന്നായിട്ട് വെന്ത് വന്നിന്. അപ്പോൾ നമുക്കിത് ചോറും കൂട്ടി കഴിക്കുക.
അപ്പം ഞെരിഞ്ഞ കരിവേപ്പിൻ്റെ ഇലയൊക്കെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ചോറിലേക്ക് മാന്തലിട്ട് നമ്മൾ കുറച്ച് കക്കിരി അരിഞ്ഞ് വെച്ചിരുന്നു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ചോറിലേക്ക് വെക്കാം. നല്ല വൃത്തിയിൽ അടുക്കി പെറുക്കി വെക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ മാന്തൽ ഫ്രൈ റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് നല്ല വെള്ള ചോറിൻ്റെ കൂടെ നമുക്ക് ഈ മാന്തൽ ഫ്രൈ കഴിച്ചു നോക്കാം. നമ്മളിത് നല്ല ചീരാമുളക് ഇട്ട് വറുത്ത മാന്തൽ ഫ്രൈ ആട്ടോ. അപ്പോൾ നമുക്കിത് കുറച്ചെടുത്ത് ടേസ്റ്റ് നോക്കാം. ആദ്യം തന്നെ അതാ കുറച്ച് മാന്തേൻ്റെ കഷ്ണം എടുക്കുന്നു, എന്നിട്ട് ചോറിലാണ്ട് കുഴച്ചണ്ട് കഴിക്കട്ടോ. സംഭവം എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു രക്ഷയുമില്ല. ആ ചീരാമുളകിൻ്റെ ഒക്കെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫിഷൊക്കെ കുക്ക് ചെയ്യുമ്പം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. ഇതതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ട് വെന്തിന് ഒരു രക്ഷയുമില്ല. ഇങ്ങനെ തന്നെ തിന്നാൻ വേണ്ടി നല്ല രസമുണ്ട് കേട്ടോ. നല്ല കറക്റ്റ് വേവാണ്, ഓവർ കുക്കും അല്ല. ആ മീനിൻ്റെയൊക്കെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ടേ. അപ്പോൾ ഇതുപോലത്തെ കുറേ കുക്കിംഗ് വീഡിയോസ് ഇനി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയറും ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. ഇവിടെ എങ്ങനെയുണ്ട് സാധനം? എങ്ങനെയുണ്ട്? കൊള്ളാവോ?